ആ പയറെല്ലാം ഇരുന്ന് ഉളുന്ന് കയറി. എന്തോ പറയാനാ, ഇതും കൊണ്ട് വെയിലത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുമോ? വെയിലത്തോട്ടൊന്നും ഇടാൻ ചില ഇവിടെ അങ്ങ് പണം അങ്ങ് കുമിഞ്ഞു കൂടുവാന്നും പറഞ്ഞ് ഉള്ളവരെല്ലാം അങ്ങ് വരും. അത് തരുമോ ഇത് തരുമോ എന്നും ചോദിച്ചോണ്ട് ഞാൻ എന്തോ ചെയ്യും? വെളിയിൽ ഇറങ്ങാൻ എനിക്കൊക്കത്തില്ല. കയ്യാലും കഴുത്തേലും ഇടാതെ നടക്കാനിക്കൂ, അതും പറ്റത്തില്ല. അമ്മേ, ഞാൻ എന്നാ കോളേജിൽ പോയിട്ട് വരാവേ. അയ്യോ, എൻ്റെ മക്കൾ ഇതിട്ടോണ്ട് പോകണ്ട. മോള് പഴയത് വല്ലതും ഇട്ടോണ്ട് പോ. ഇതെന്താ ഇത് വല്ലവരും കണ്ട് ഒന്നാമത് കണ്ണേറും പ്രാക്കുവാ. നമുക്ക് ഒരുപാട് കിടക്കുന്നെന്നും പറഞ്ഞോണ്ട് നീ അത് ഇട്ടോണ്ട് പോ. ഞാൻ പിള്ളേരെല്ലാം നല്ല ഡ്രസ് ഇട്ടോണ്ടാ വരുന്നത്. കൊച്ചേ, അത് കീറിയത് വല്ല ഇട്ടോണ്ട് പോ. ഇല്ല. എന്താ ഞാൻ ആരുടെ കാണിക്കാനോ നീ കോളേജിൽ പോകുന്നത്? അമ്മ നല്ല തുണി ഉണ്ടായോ? മക്കളെ വേണ്ട, അത് നല്ല തുണി ഇട്ടാൽ നമുക്ക് ഒരുപാടുണ്ടെന്ന് വിചാരിച്ച ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ ചോദിക്കാൻ വരും. നമ്മൾ എവിടെ നിന്ന് എന്തോ എടുത്തിട്ട് കൊടുക്കും? എല്ലാം കൊടുക്കാൻ പറ്റുമോ? ആ എന്നാ ശരി. ഓ, എന്തൊരു കഷ്ടമോ മനുഷ്യന്, കോളേജിൽ നല്ലൊരു തുണി ഇടാൻ പറ്റത്തില്ല. അമ്മയോട് ഒരു ശാഖം വെയിലത്തോട്ടൊന്ന് വെക്കും, അങ്ങനെ ആരെങ്കിലും കാണും. വെയിലത്ത് വെക്കാതിരിക്കാൻ നോക്കത്തില്ല. അയ്യോ ദൈവമേ, ഭവാനിയല്ലേ നിൽക്കുന്നത്. ഈ തള്ള നിന്നതും ഞാൻ കണ്ടില്ല. ഓ, ഇതങ്ങോട്ട് വെച്ചിട്ട് ഇതെല്ലാം ഊരട്ടെ, ഇതെല്ലാം കൂടെ വെക്കട്ടെ. ഇതെന്തുവാണ് മോളെ? എന്നെന്താ പയറൊക്കെ വെയിലത്ത് വെച്ചോ? പയറെല്ലാം അങ്ങ് പുഴുവായി. പിന്നെ വാ വാ വാ, ഇങ്ങോട്ട് വരും. എവിടെ പോയിട്ട് വരുവാ? ഓ, വരവാടി കൊച്ചേ, ഇതെല്ലാം വരവിട്ടങ്ങ് ചൊറിയുവാ. വിയർത്താ ഉടനെ ചൊറിച്ചില്ല. അല്ല, ഊരി അങ്ങ് വെക്കട്ടെ. ഒരു കല്യാണത്തിന് പോകാൻ എടുത്തിട്ടതായിരുന്നു. നീ വാ കയറി. ധാരം കെട്ടിയെടുക്കാൻ കണ്ട സമയം. മനുഷ്യന് സ്വർണ്ണം എവിടെ ഇടണോ ഉടനെ കയറി വന്നോളൂ. ഇതുകൊണ്ട് വെക്കാതെ സമാധാനമില്ല. അറിയാനാ ഉറയുണ്ടോ ഇവിടെ? ഇല്ലടി കൊച്ചേ. ആണോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ മുളക് പൊടിച്ച് തിന്നുന്ന പാട് ഒന്നും പറയണ്ട. ഞാനും പിന്നെ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. വലിയ പാടാടി. അപ്പൊ ബേക്കറിയിലൊക്കെ കച്ചവടം ഇല്ലയോ? ഓ, ഒന്നുമില്ല. ഉമ്മാതെ ബേക്കറിയും തുറന്നു വെച്ച് ഇങ്ങനെ കുത്തിയിരിക്കുക. അയ്യോ, ഭയങ്കര ആള് നിക്കുന്ന കണ്ടല്ലോ അവിടെ. മഴയാത്തിട്ട് അങ്ങോട്ട് കയറി നിന്നതാ. ഓ, ഞാൻ വിചാരിച്ച കച്ചവടം കാണുമെന്ന്. ഓ, ഒന്നുമില്ല. നീ എന്താ പറയുക, കാശോ വല്ലതും ഉണ്ടെങ്കിൽ വല്ലതും വാങ്ങിച്ചു വെച്ചെങ്കിലല്ലേ കച്ചവടം നടക്കത്തുള്ളൂ. പക്ഷെ മൊത്തം നിറഞ്ഞിരിക്കും കേട്ടോ. ഓ, നിറഞ്ഞ പഴയ സാധനമൊക്കെ അടി വെച്ചേ, ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാ. എന്താ? ഓ, ചേട്ടൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടേടി. നീ ഒരു കാര്യം പറയാ. ഓ വേണ്ട, പഞ്ചസാര ഉണ്ടോ? പഞ്ചസാര കുപ്പി തൂത്ത് കഴുകി എങ്ങാനും ഇടാം. ഓ വേണ്ടാടി, അത് വരുമ്പോ ചേട്ടൻ നിന്റെ വൈകിട്ട് വരുമ്പോഴേ പുള്ളിക്കാരന് കൂടെ. ഹലോ, ആ മോളെ, ഞാൻ അമ്മയാ. അതെ മോളെ, ഞാൻ ഇവിടെ കാണത്തില്ല നീ വരുമ്പം. അപ്പം അത് ഞാൻ നിൻ്റെ ഒരു മോതിരം ഒടിഞ്ഞു പോയില്ലായിരുന്നോ, അതെടുത്തോണ്ട് ഞാൻ വിചാരിച്ച് പോയി. അതൊന്ന് മാറി നിനക്കൊരു അവൻ്റെ ഒരു വള വാങ്ങിക്കാവുന്ന. ബാക്കിയോ ഇപ്പോൾ 1.25 രൂപയല്ലേ ഉള്ളൂ. 1.5 1.5 1.30 അത്രയും കണ്ടല്ലേ ഉള്ളൂ. അത് അച്ഛൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ, അതിൽ നീ കുറച്ചെടുത്ത് അങ്ങോട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതാ. മോളാ വരുന്ന ഉടനെ ആ ബീഫും വറുത്തതും ചിക്കൻ മന്തി എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, അടുക്കളയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഷെൽഫിൽ. അത് എടുത്ത് കഴിക്കണം കേട്ടോ. ഇപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് വരാം. വരുമ്പം എന്തോ ബർഗറോ വാങ്ങിച്ചോണ്ട് വരാം. അതിനെന്താ, കൊള്ളാം. എത്രണ്ണം വേണം നിനക്ക്? വാങ്ങിച്ചോണ്ട് വരാം. ശരി എന്നാൽ.